നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്നാണ് അല്ലേ. ചിലർക്ക് മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് നടക്കുന്നു, ചിലർക്ക് മാനിഫെസ്റ്റേഷൻ എന്തുമാത്രം ചെയ്തെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല. അതിൻ്റെ പുറകിലെ രഹസ്യമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് നേടുന്നതിനെയാണോ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്? അല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ അർഹിക്കുന്നത് ആ അർഹിക്കുന്ന കാര്യം നേടാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയെ നമ്മൾ എന്ത് പറയുന്നത്? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാ വളരെ പെട്ടെന്ന് ചിലർക്ക് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോകുന്നതാണ് മനസ്സിലാക്കാൻ പോവുക. അപ്പം നമ്മൾ ആരെ മനസ്സിലാക്കണം? മനസ്സിനെ മനസ്സിലാക്കണം. നമുക്ക് എങ്ങനെയാണ് മനസ്സ് കിട്ടിയത്? നമ്മൾ നമ്മുടെ അമ്മയുടെ വയറ്റിൽ ജനിച്ചു അല്ലേ. നമ്മൾ നമ്മുടെ അമ്മയുടെ വയറ്റിൽ ജനിക്കുമ്പം നമുക്കൊരു ജീവന്റെ തുടിപ്പ് ലഭിക്കും. ഈ ജീവന്റെ തുടിപ്പിനെ നമ്മൾ എന്ത് പറയുന്നത്? ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവിനെ നമുക്ക് എന്ത് വിളിക്കാം? സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ് എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നുണ്ട് ഈ ആത്മാവിനെ. ഈ ആത്മാവിന് എന്തുണ്ട്? ശക്തിയുണ്ട്. പക്ഷെ അതിന് ചിന്തിക്കാനായിട്ടുള്ള ശേഷിയില്ല. പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന് അവൻ ഏത് വഴിക്ക് പോകണമെന്ന് ആർക്കറിയാം? ഈ ആത്മാവിനറിയാം. മനസ്സിലായോ? പക്ഷെ ഈ ആത്മാവ് ഈ അമ്മയുടെ വയറ്റിൽ കിടന്ന് അമ്മ ചിന്തിച്ചതും അതിന് ചിന്തിക്കാനുള്ള ശേഷിയില്ലല്ലോ ആത്മാവിന്. അപ്പോൾ ഈ ആത്മാവിന് പവറുണ്ട്, എല്ലാം കോപ്പി ചെയ്യും. ഈ കോപ്പി ചെയ്ത കാര്യത്തിനെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് ക്രിയേറ്റ് ആക്കി തരുന്നത്. ഈ ഉപബോധ മനസ്സിൽ എന്താണോ കോപ്പി ചെയ്തിരിക്കുന്നത്, ഈ കോപ്പി ചെയ്തിരിക്കുന്ന കാര്യമാണ് എന്ത് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ആവുന്നത്. അത് മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ വയറ്റിൽ കിടന്നപ്പം അമ്മ ചിന്തിച്ചതും അമ്മയുടെ ചിന്തയും വികാരങ്ങളും എല്ലാമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ സബ് കോൺഷ്യസ് മൈൻഡ് ആത്മാവ് ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ ജനിക്കുന്നു, അവൾ ജനിക്കുന്നു. ജനിച്ചു കഴിയുമ്പം അവൻ എന്ത് കിട്ടുന്നു? ബോധ മനസ്സ് കിട്ടുക. ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴത്തേനും അവൻ എന്ത് കിട്ടും? ബോധ മനസ്സ് കിട്ടുക. അതായത് കോൺഷ്യസ് മൈൻഡിനെ കിട്ടുക. ഈ കോൺഷ്യസ് മൈൻഡ് പിന്നെ ഈ കോൺഷ്യസ് മൈൻഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കോപ്പി ചെയ്യുന്നത്. അവൻ ജനിച്ചു വരുമ്പോഴത്തേക്കിന് അവന് ചുറ്റുപാട് കുറേ ആളുകളുണ്ട്. ആ ആളുകളിൽ നിന്ന് കുറേ വിശ്വാസവും ബിലീവ് സിസ്റ്റവും കുറേ അറിവുകളും എല്ലാം ഇവൻ എന്ത് ചെയ്യുക? ഇവന് കിട്ടുക. ഈ കിട്ടിയ കാര്യങ്ങൾ മുഴുവനും ബോധ മനസ്സിലൂടെ ഉപബോധ മനസ്സിലേക്ക് എന്ത് ചെയ്യുക? അതും കോപ്പി ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ലൈഫ് ഒരു സ്റ്റേബിളായി. നമുക്ക് നല്ല ലൈഫ് ക്രിയേറ്റ് ആവാനുള്ള കാര്യങ്ങൾ ഇവിടെ വരെ ആകുമ്പോൾ കിട്ടും. പിന്നെ ഇവൻ എന്ത് ചെയ്യുക? ഇവൻ നേരെ സ്കൂളിലേക്കും ഫ്രണ്ട്സ് സർക്കിളിലേക്ക് പോവുക. ഇപ്പം നമുക്കൊരു 30 വയസ്സുണ്ടെന്ന് വിചാരിക്കുക, 35 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. ഇത്രയും നാൾ നമുക്ക് കിട്ടിയ അറിവുകളും ഡേറ്റാസും വേദനയും എല്ലാം എന്ത് ചെയ്യുക? കോൺഷ്യസ് മൈൻഡിലൂടെ ഉപബോധ മനസ്സിലേക്ക് നിറഞ്ഞിരിക്കുക. അപ്പം ആ ഉപബോധ മനസ്സിൽ എന്താണോ കോപ്പി ആയിരിക്കുന്നത് ആ കോപ്പി ആയിരിക്കുന്നതാണ് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ആയി വരുന്നത്. ഇവിടെ കൊണ്ടുവന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയൊരു ഡേറ്റയെ കൊണ്ടുവന്ന് ഈ ഓൾറെഡി സബ് കോൺഷ്യസിൽ കുറേ ഡേറ്റാസ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്ത് ഇറേസ് ചെയ്യുകയോ റീപ്രോഗ്രാം ചെയ്യുകയോ ചെയ്യാതെ നമ്മൾ പുതിയ ഡേറ്റാസിനെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുക? പുഷ് ചെയ്ത് നമ്മൾ പ്ലേസ് ചെയ്യുമെന്ന് വിചാരിക്കുക. പക്ഷേ ഈ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ നമ്മൾ നേടിയെടുക്കുകയും ചെയ്യും. പക്ഷെ അധികം താമസിക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ആ ഒരു ലൈഫ് എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യും? ലൈഫ് പിന്നെ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഇതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ പലർക്കും ലേറ്റ് ആവുന്നത്. പക്ഷെ ഈ കുഞ്ഞ് ഇതിൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴും 10 വയസ്സ് വരെയുള്ള ആ ഒരു ജേണിയിലും അവന് കിട്ടിയിരിക്കുന്ന അറിവ് സൂപ്പർ ആണെങ്കിൽ, അവൻ്റെ ലൈഫിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന അറിവുകളാണെങ്കിൽ അവൻ ഒന്നിൻ്റെ ആവശ്യമില്ല, അവൻ ഹൈറ്റ്സിൽ പോകും. പിന്നെ അവന് കിട്ടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്നും അവൻ്റെ ഫ്രണ്ട്സിൽ നിന്നും ലഭിക്കുന്ന വൂൺസ് കൊണ്ടായിരിക്കും. ആ വൂൺസ് പെട്ടെന്ന് റിക്കവർ ആയി കഴിയുമ്പോഴത്തേക്കിന് അവൻ എന്ത് ചെയ്യും? അവൻ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് ബിൽഡ് ചെയ്ത് പോകാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സോളിൻ്റെ പവർ ഹയർ ആക്കാൻ വേണം ശ്രമിക്കാൻ. മനസ്സിലായോ? സോളിനാണ് ശക്തിയുള്ളത്. സോളിനറിയാം നമ്മൾ ഏത് രീതിക്ക് പോയാൽ നമ്മൾ
ഹൈറ്റ്സിൽ ചെല്ലുമെന്നറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോളിൻ്റെ പവറാണ് ഹയർ ആയിക്കുന്നത്. അപ്പോൾ ഈ സോൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആത്മാവാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ ഓൾറെഡി സബ് കോൺഷ്യസിൽ കുറേ പ്രോഗ്രാം ആയിട്ടിരിക്കുന്ന കാര്യമുണ്ട്. ഇതേതാണെന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അവിടെ അതിന് റീപ്രോഗ്രാമിങ് ചെയ്യുക. അവിടെ റീപ്രോഗ്രാമിങ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ സോൾ പവർ ഹയർ ആവുന്നതും നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് നമുക്ക് നേടാൻ സാധിക്കുന്നതും. മനസ്സിലായോ? സോൾ പവർ ഹയർ ആയിരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ചാൽ മതി. ആ ചിന്തിക്കുന്ന എന്ത് നല്ല ചിന്തയാണെങ്കിൽ അത് വളരെ വേഗം അവരിലേക്ക് മാനിഫെസ്റ്റ് ആവും. പിന്നെ എന്താണ്? കർമ്മയുണ്ട്. നമ്മുടെ ഈ സോൾ പവർ ഹയർ ആയി കഴിയുമ്പം ഈ കർമ്മയെ കട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ആവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സോൾ പവർ ഓൾറെഡി ഹയറാണ്. അപ്പം നമ്മൾ കോൺഷ്യസ് മൈൻഡിലൂടെ ബുദ്ധിപൂർവ്വം ആ ഒരു കർമ്മയെ കട്ട് ചെയ്ത് കഴിയുമ്പം എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി ഉള്ള കർമ്മകൾ മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പയ്യെ പയ്യെ കട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സോൾ പവർ ഹയർ ആകുകയും ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. മനസ്സിലായി? അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സോൾ പവർ ഹയർ ആക്കാനാണ്. പിന്നെ സോൾ പവർ ഹയർ ആക്കാൻ നടക്കുമ്പോൾ പിന്നെ നമുക്കൊരു ഡിപ്രഷൻ ആയി പോകും. സോൾ ഹയറായി നോക്കി നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആരെ പിടിക്കാൻ പറ്റും? നമ്മുടെ മനസ്സിനെ പിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കുള്ള മനസ്സിനെ പിടിച്ചിട്ട് ആ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നത് നമുക്കറിയാം. അപ്പം അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീപ്രോഗ്രാമിങ് ചെയ്ത് കൊടുത്ത് നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ നമ്മളായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സോൾ പവർ ഹയർ ആയിക്കോളും. സോൾ പവർ ഹയർ ആയി കഴിയുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ അർഹിക്കുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ, അത് ഈസി ആയിട്ട് നമ്മളിലേക്ക് വരും. അർഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് കിട്ടും. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സോൾ പവർ ഹയർ ആവണം. സോൾ പവർ ഹയർ ആവണമെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ നമ്മളായിരിക്കണം. ഓൾറെഡി സബ് കോൺഷ്യസിൽ പതിഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് അതിന് റീപ്രോഗ്രാമിങ് ചെയ്യണം. എങ്കിൽ മാത്രമേ പുതിയൊരു ഡേറ്റ കൊടുക്കുമ്പം അത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മാനിഫെസ്റ്റ് ആകാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഇടത് കൈയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ ആവാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നർ വർക്കിലൂടെ നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ നമ്മളാക്കുക. വലതുവശത്ത് നമ്മൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അല്ലെ പ്രപഞ്ച ശക്തിയിലായാലും വാട്ടവർ, അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ. അപ്പം ആ ഒരു രണ്ട് ഇടത് കൈയിലുള്ള ആ ഒരു ഇന്നർ വർക്കിലൂടെ നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ ആവുക. വലതുവശത്ത് നമ്മൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസവും നമ്മൾ മുറുകെ പിടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ലൈഫ് ഏറ്റവും ബെസ്റ്റിലേക്ക് പോകും. മനസ്സിലായോ? ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ പിന്നിലുള്ള രഹസ്യം.